ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി ആഗ്രഹിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 28-29 വാക്യങ്ങൾ. യോഹന്നാൻ 4:28-29. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് തലവണക്കാം. ദൈവം നമുക്ക് ചിന്തിക്കുവാൻ തന്ന ഈ വേദഭാഗത്തെ തമ്പുരാൻ്റെ സന്നിധിയിൽ തന്നെ സമർപ്പിക്കാം. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ സഭയിൽ എഴുന്നേൽപ്പിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുവല്ലോ. എന്ത് ഉദ്ദേശത്തോടെ ഈ വചനം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവോ അതേ ഉദ്ദേശം തിരിച്ചറിയുവാൻ, നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കുവാൻ, ഹൃദയത്തിൽ തമ്പുരാൻ തൻ്റെ സ്വരം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ ഈ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ. തലമുറ തലമുറയായി സങ്കേതമായ നാഥ, അങ്ങയുടെ വചനം ഓരോ കാലഘട്ടത്തിലും മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ജീവൻ്റെ വചനമാണല്ലോ. ഞങ്ങളെന്ന് ഈ വചനം വായിക്കുന്നുവോ ആ കാലഘട്ടം നിൻ്റെ ജീവൻ്റെ വചനവുമായി ചേർന്ന് വരുന്നതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തമ്പുരാനെ, അങ്ങയുടെ വചനത്തിൻ്റെ അതുല്യത അതാണല്ലോ. ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ട ഈ വേദഭാഗം എന്തിനു വേണ്ടി, എന്തുദ്ദേശത്തോടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയോ അതിന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. സനാതനമായ വിശ്വാസത്തിൻ്റെ വക്താക്കളായി മാറുവാൻ, ആ വിശ്വാസത്തിലൂടെ ദൈവരാജ്യം അനുഭവിക്കുവാൻ പലതര ഉപദേശങ്ങൾ ഭൂമിയിലുണ്ടെങ്കിലും തമ്പുരാൻ പരിശുദ്ധ പിതാക്കന്മാരിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച സത്യവിശ്വാസത്തിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ആദിയോടന്തം കൂടെയുണ്ടാകണമേ. വചനം പറയുന്ന നിൻ്റെ ദാസൻ്റെ പരിമിതികളും ശാരീരികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും വചനപ്രഘോഷണത്തിന് തടസ്സമാകരുതേ. നിൻ്റെ ജനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാക്കണമേ. സകലതിനും സകലത്താലെയും പിതൃപുത്ര പരിശുദ്ധ റൂഹായാം ദൈവത്തിന് ഞങ്ങൾ സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നേക്കും തന്നെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വർത്തമാനകാല മലയാള ലോകം ഇന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കാണല്ലോ ശാക്തീകരണം എന്ന വാക്ക്. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശക്തീകരിക്കപ്പെടാൻ ലോകം ആവശ്യപ്പെടുന്നത് വനിതകളുടെ ശാക്തീകരണത്തെക്കുറിച്ചാണ്. അതിന് വനിതാ മതിലും വനിതാ ജ്യോതിയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് നമുക്കറിയാം. ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വേദഭാഗത്തിൻ്റെ അടിസ്ഥാന ചിന്ത സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തള്ളപ്പെട്ടുപോയ ഒരു സ്ത്രീയുടെ ശാക്തീകരണത്തിൻ്റെ അവസ്ഥയാണ്. ആരാണ് ആ സ്ത്രീ? വളരെ സുപരിചിതയായ ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു,
എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പള്ളിയിലെ പെരുന്നാൾ ജനുവരി മാസത്തിലാണ്. അതിനോട് ചേർന്ന് 3 ദിവസത്തെ കൺവെൻഷനുണ്ട്. പരിശുദ്ധനായ ഉസ്താദ്യോസ് തിരുമേനിയും ജോഷുവാച്ചനും വന്ദനായ വർഗീസ് ജോണച്ചനും വന്ദനായ ചാക്കോ മാസ്റ്ററും സക്രിയ മാസ്റ്ററും ഒക്കെയാണ് ഞങ്ങളുടെ പള്ളിയിൽ പ്രസംഗിക്കുന്നത്, MG പോളച്ചനുമൊക്കെ. ഞാൻ ഇന്നും ഓർക്കുകയാണ്, വന്ദനായ MG പോളച്ചൻ ഒരിക്കൽ പ്രസംഗിച്ച് ബലഹീനനായ എൻ്റെ ഭവനത്തിൽ ഭക്ഷണം കഴിച്ച് എൻ്റെ പിതാവിനെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ അടുത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ചോദിച്ചു, 2 ആൺമക്കളല്ലേ, ഒരാളെ സഭയ്ക്ക് തരുമോ? സത്യത്തിൽ അതൊന്നും എനിക്കന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. എൻ്റെ പിതാവ് ചിലപ്പോഴൊക്കെ അതെന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും എൻ്റെ പിതാവിൻ്റെ മരണമാണ് ഞാൻ വൈദിക സെമിനാരിയിൽ ഒരു വൈദികനായി പഠിക്കുവാൻ ഉള്ള ആരംഭം കുറിച്ചത് എന്നും ഞാൻ ഓർക്കുകയാണ്. അത് പറയാനല്ല ഞാൻ തുടക്കമിട്ടത്. ഇങ്ങനെയുള്ള ഈ പ്രസംഗം നടത്തുമ്പോൾ സ്കൂളിൽ നിന്ന് അല്പം നേരത്തെ വീട്ടിലേക്ക് പോകും. കാരണം അന്നൊന്നും ഇന്ന് കാണുന്നത് പോലെ PA സിസ്റ്റം, മൈക്ക് സിസ്റ്റം പള്ളികളിലൊന്നുമില്ല. പെരുന്നാൾ പ്രസംഗവും പെരുന്നാൾ ദിവസങ്ങളിലുമാണ് മൈക്കുള്ളത്. എനിക്കെപ്പോഴും ഞാനൊരു നൊസ്റ്റാൾജിയ പോലെ ഓർക്കുന്നതാണ്, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഓടുമ്പോൾ പള്ളിയുടെ മുമ്പിൽ കെട്ടിയിരിക്കുന്ന വലിയ കോളാമ്പിയിൽ നിന്ന് സുന്ദരമായ ഒരു പാട്ട് കേൾക്കും. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പും. ഇന്നും കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന അതിസുന്ദരമായ ഗീതം. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ആ ഗീതത്തിൽ പറയുന്ന സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിലെ ശമര്യക്കാരി സ്ത്രീയെ യേശു കണ്ടപ്പോൾ, യേശുവിനെ അവൾ കണ്ടപ്പോൾ അവളിലുണ്ടായ മാറ്റമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 47 വരെയുള്ള വേദഭാഗത്തിൽ ഉള്ളത്. എന്നാൽ ഈ പാട്ടോ ഈ സ്ത്രീയുടെ ശാക്തീകരണമോ ഒന്നുമല്ല ഈ വേദഭാഗം പഠിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. വൈദികനായിട്ട് 20 വർഷം കഴിഞ്ഞു. 20 വർഷവും ധനകാ പെരുന്നാൾ നടത്തുന്നു. എന്നാൽ ഈ വർഷം ധനകാ പെരുന്നാൾ നടത്തിയപ്പോൾ, ഈ വർഷത്തെ പെരുന്നാൾ നമുക്കറിയാം ഞായറാഴ്ചയായതുകൊണ്ട് നമ്മളിൽ പലരും അത് കണ്ടിരുന്നുമുണ്ടല്ലോ. നടത്തിയപ്പോൾ എൻ്റെ മനസ്സിനെ ഹഠാത് ആകർഷിച്ച ഒരു കാര്യം, ധനകാ പെരുന്നാളിൻ്റെ വെള്ളം വാഴ്ത്തലിൻ്റെ ക്രമം. ആ ക്രമത്തിലെ ഏവൻഗേലിയോൻ വിശുദ്ധ യോഹന്നാൻ 4-ാം അധ്യായം 1 മുതൽ 47 വരെയുള്ള ഈ വേദഭാഗമാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ച വേദഭാഗമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ വർഷം ഞായറാഴ്ചയായതിനാൽ, കേൾക്കാൻ ആളുള്ളതിനാൽ നടത്തുവാൻ ബലഹീനനായ എന്നെ പോലെയുള്ളവർക്ക് ഇത്തിരി സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ധനകാ പെരുന്നാളിന് പണിയൊന്നുമില്ലാത്ത അപ്പച്ചനും അമ്മച്ചിയും മറ്റു പണിയൊന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് വരേണ്ടി വരുന്ന അച്ഛനും ശുശ്രൂഷക്കാരനുമൊക്കെയായി നടത്തുന്ന ഒരു പെരുന്നാളാണല്ലോ ധനകാ പെരുന്നാൾ. സത്യത്തിൽ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, പണ്ട് ഈ ധനകാ പെരുന്നാളിൻ്റെ ഏവൻഗേലിയോൻ ഇച്ചിരി കട്ട് ഷോട്ട് ചെയ്ത് എന്താണ് ഈ പിതാക്കന്മാർ എഴുതാത്തത്? പുതിയ നിയമത്തിൽ വെള്ളത്തെക്കുറിച്ച് പറയുന്ന എത്രയോ വേദഭാഗങ്ങളുണ്ട്. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ ദിവസം കർത്താവ് പറഞ്ഞില്ലേ, ദാഹിക്കുന്നവൻ എല്ലാം എന്നിൽ നിന്ന് വന്നു കുടിക്കട്ടെ. ആ വേദഭാഗം 3-4 വാക്യങ്ങളേ ഉള്ളൂ. അത് വായിച്ച പോരെ? എന്തിനാണ് ഈ 47 വാക്യങ്ങൾ, ഈ നീണ്ട വേദഭാഗം ധനകാ പെരുന്നാളിൽ വായിക്കുന്നത്? സ്നേഹിതരെ,
3 കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിലൂടെ നിങ്ങളും ഒരുമിച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 1, ക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണത്തിൽ അവളിലുണ്ടായ, സ്ത്രീയിലുണ്ടായ മാറ്റം എന്ത്? 2, ഈ വേദഭാഗം ധനകാപ്പെരുന്നാളിൽ വായിക്കുവാൻ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? 3, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവളിലുണ്ടായ മാറ്റം പോലെ അവൾ മൂലമുണ്ടായ മാറ്റം അവളുടെ ജീവിത സാഹചര്യത്തിൽ എപ്രകാരം മാറ്റമുണ്ടാക്കി എന്ന 3 കാര്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സമയബന്ധിതമായി നടത്തുന്ന കൺവെൻഷൻ ആയതിനാൽ ആമുഖവാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. 1, ക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണത്തിൽ അവളിലുണ്ടായ മാറ്റം. എന്നിട്ട് നിങ്ങൾ പറയണം ഏതു തരത്തിലുള്ള ശാക്തീകരണമാണ് ഇന്ന് ആവശ്യമെന്ന്. 2, ഈ വേദഭാഗം ധനകാപ്പെരുന്നാളിൽ വായിക്കുവാൻ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? 3, അവളിലുണ്ടായ മാറ്റം അവൾ ഇടപെട്ട സ്ഥലങ്ങളിൽ എപ്രകാരമാണ് മാറ്റമുണ്ടായത്? വേദഭാഗം നമുക്കൊന്നുകൂടെ വായിക്കാം. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ വന്ന് കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. The woman then intentionally left her water pot and went her way into the city and said to the men, come see a man who told me all things I ever did. ആംഗലേയ ഭാഷയിലൂടെ ആ വാക്യം വായിച്ചത് ഉന്തിനോടുകൂടി ഒരു തള്ള എന്ന നിലയിലല്ല. ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലും ആ ഭാഗം വായിച്ചപ്പോൾ മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായ 1-2 കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരുന്നവർക്ക് മനസ്സിലായി കാണും. മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കാനാണ് ഇന്ന് നിങ്ങളും ഒരുമിച്ച് ഈ വേദഭാഗം ഞാൻ സ്വീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, നാടറിയുന്ന, നാട്ടുകാരെ അറിയുന്ന ഒരുവളെ യേശു അറിഞ്ഞപ്പോൾ, അവൾ യേശുവിനെ അറിഞ്ഞപ്പോൾ അവളിലുണ്ടായ സമഗ്രമായ മാറ്റമാണ് അവളുടെ ശാക്തീകരണത്തിൻ്റെ, എംപവർമെൻറ്റിൻ്റെ അവസ്ഥ. ആരാണ് ഈ സ്ത്രീ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പരിചയമുള്ളവളാണ്. സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിലെ ശമരിക്കാരിയാണ്. നാടറിയുന്നവളാണ്, നാട്ടുകാരറിയുന്നവളാണ്, നാട്ടുകാരെ അറിയുന്നവളാണ്. പക്ഷേ വേദപുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ മറച്ചുവെച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി തരുന്ന ഒരു ചെറിയ ഹിന്റ് ഇവിടെയുണ്ട്. നാടും നാട്ടുകാരെയും അറിയുന്നവളായിരുന്നെങ്കിലും അവൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ടവളായിരുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ റെട്ടറിക് സ്റ്റൈലാണത്. ഒളിച്ചു വെച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരിക. ഈ സ്ത്രീ വെള്ളം കോരാൻ വരുന്ന സമയത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ ഒളിച്ചു വെച്ച് ഇങ്ങനെ പറയുന്നു, അപ്പോൾ 6-ാം മണിനേരം ആയിരുന്നു. യഹൂദ മണിക്കണക്കനുസരിച്ച് 6-ാം മണി എന്നാൽ ഉച്ചയ്ക്ക് 12 മണിയാണ്. ഇപ്പോഴല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ വീഗാർഡിൻ്റെയും കിർലോസ്കറിൻ്റെയും പമ്പൊക്കെ ഉണ്ടായത്. പണ്ട് കാലത്ത് കല്ലുപ്പകരക്കാരും വീയപുരംകാരും തിരുവല്ലക്കാരും ഒക്കെ വെള്ളം കോരിയിരുന്നത് എങ്ങനെയാണ്? പമ്പടിച്ചാണോ? അല്ല, കിണറ്റിൽ നിന്ന്
തൊട്ടി കൊണ്ട് വെള്ളം കോരി. പ്രായമുള്ള അമ്മമാരും പ്രായമുള്ള അപ്പച്ചന്മാരുമൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അച്ഛനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ സാധാരണ വെള്ളം കോരുന്നത് എപ്പോഴായിരുന്നു? ഒന്നുകിൽ പ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ്. ഉച്ചയ്ക്കാരെങ്കിലും വെള്ളം കോരാൻ പോകുമോ? ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ അടൂർക്കാർ പറയും, കല്ലുപ്പാറയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പറയും, ഉച്ചക്കിറുക്കുള്ളവനാണ് ഉച്ചയ്ക്ക് വെള്ളം കോരാൻ പോകുന്നത്. ഉച്ചക്കലത്തെ വെള്ളം വാടിയ വെള്ളമാണ്. അതുകൊണ്ട് ഒന്നുകിൽ പ്രഭാതത്തിൽ അല്ലെങ്കിൽ പ്രാതസന്ധിയിൽ വേണം വെള്ളം കോരാൻ എന്ന് പൂർവികന്മാർ ബുദ്ധിയുള്ളവർ പറയും. സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന പ്രഭാതത്തിലും സന്ധ്യയിലും ഇവൾക്ക് വെള്ളം കോരാൻ കഴിയില്ല. കാരണം നാടും നാട്ടുകാരുമൊക്കെ അറിയുന്നവളാണെങ്കിലും അവളെക്കുറിച്ചുള്ള അറിവ് അത്ര നല്ല അറിവല്ല. എൻ്റെ തലയിൽ കൈവച്ച അഭിവന്ദനായ എപ്പിഫാനിയോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ പറയും, ഒരു വശപ്പിശകുള്ളവളാണ് അവൾ, ഒരു വശപ്പിശകുള്ളവളാണ്. അതുകൊണ്ടാണ് ഉച്ചനേരത്ത് അവൾ വെള്ളം കോരാൻ വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം സൂക്ഷ്മതയോടെ മനസ്സിലാക്കുമ്പോൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തള്ളപ്പെട്ടു പോയ അവൾക്ക് വേണ്ടി അന്ന് ഉച്ചയ്ക്ക് ആ കിണറിൻ്റെ കരയിൽ കാത്തിരിക്കുവാൻ ഒരാൾ ഉണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ കിണറിൻ്റെ കരയിൽ ആദ്യം എത്തിയത് ആരാണ്? സ്ത്രീയാണോ യേശുവാണോ? ക്ലൂ ആദ്യം തന്നതുകൊണ്ട് ഉത്തരം പറയാം. ആരാണ്? യേശുവാണ്. മലയാളത്തിൽ നമുക്ക് പൂർണ്ണമായി മനസ്സിലാകില്ല. യേശുവാണ് വന്നത് എന്ന് മനസ്സിലാകും, പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് മനസ്സിലാകില്ല. യോഹന്നാൻ 4:3 അവിടെ പറയുന്നത്, യേശുവിന് ശമറിയയിലൂടെ കടന്നു പോകേണ്ടി ഭാഗം ഇങ്ങനെ പറയുന്നു. എഡേ ഡേ ഒട്ടൂൺ എന്ന വാക്കാണ് കടന്നു പോകേണ്ടി വന്നു എന്നതിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ RSV ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ, ദ കറക്റ്റ് ട്രാൻസ്ലേഷൻ, അവിടെ പറയുന്ന വാക്ക് ഏറെ ശ്രദ്ധേയമാണ്. ഇറ്റ് ബിഹൂഡ് ജീസസ് ടു പാസ് ത്രൂ സമാറിയ. BEHOVE, ബിഹൂഡ്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഡിക്ഷണറി ആ വാക്കിന് തരുന്ന അർത്ഥം ഇങ്ങനെയാണ്: ഇറ്റ്സ് എ നെസസറി ആക്ഷൻ, ബട്ട് ദി ആക്ഷൻ ഈസ് ഫോർ സംബഡി എൽസ്. അനിവാര്യമായ ഒരു പ്രവൃത്തിയാണ്, പക്ഷേ ഈ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കുള്ള അനിവാര്യതയല്ല, മറ്റാർക്കും ഉള്ള അനിവാര്യതയാണ്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, യേശുവിന് ശമറിയയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് വെച്ചാൽ യദൃച്ഛികമായി സംഭവിച്ച ഒന്നല്ല. ആ സ്ത്രീയെ വീണ്ടെടുക്കുവാൻ വേണ്ടി കിണറിൻ്റെ കരയിൽ അവൻ കാത്തിരിക്കുകയായിരുന്നു. അതെ, ദൈവം മനുഷ്യനെ ശക്തീകരിക്കുന്നത് കടൽ കരയെ രൂപപ്പെടുത്തുന്നത് പോലെയാണ്. ഓരോ നിമിഷവും പിൻവാങ്ങിയാണ് കടൽ കരയെ രൂപപ്പെടുത്തുന്നതെങ്കിൽ ഓരോ നിമിഷവും കുറഞ്ഞു തന്ന് ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തുകയാണ്. സ്നേഹിതരെ, യദൃച്ഛികമായതൊന്നും ജീവിതത്തിലില്ല. There is no coincidence in life. There is only God incidence. യദൃച്ഛികമായതല്ല, തമ്പുരാൻ നിശ്ചയിക്കുന്നതാണ്. അതെ, ആ കിണറിൻ്റെ കരയിൽ അവളെ ശക്തീകരിക്കുവാൻ വേണ്ടി നസ്രായൻ കാത്തിരിക്കുകയായിരുന്നു. ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു പാരമ്പര്യമുണ്ട് ഈ കിണറിനെ കുറിച്ചാണ്. ഈ കിണർ പൂർവപിതാവായ യാക്കോബ് തൻ്റെ മകനായ യൗസേപ്പിന് കൊടുത്ത നിലത്തിൽ ഉള്ള ഗെരിസീം മലയുടെ അടിവാരത്തിലുള്ള കിണറാണ്.
ഈ കിണറിനെ കുറിച്ച് ആദിമസഭയുടെ പാരമ്പര്യം വിദ്വാൻമാർ അവർക്ക് മുമ്പായി നടന്നു. പിന്നെ ആ നക്ഷത്രം എവിടെ പോയി? ആദിമ ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്ന പാരമ്പര്യം 4-ാം നൂറ്റാണ്ടിലെ കൈസറിയിലെ മാർ യുസേബിയോസിനെ പോലെയുള്ള പിതാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്. ഒരു പാരമ്പര്യമുണ്ടായിരുന്നത്, ആ നക്ഷത്രം ആകാശത്ത് നിന്ന് താഴേക്ക് വീണു. അത് വന്നു വീണത് ഗെരിസീം മലയുടെ അടിവാരത്തിലുള്ള ഈ കിണറിൻ്റെ അടിത്തട്ടിലാണ്. ഇങ്ങനെ പറയും, നിർമ്മല മനസ്സാക്ഷിയോടുകൂടി ആരൊക്കെ തമ്പുരാനെ കാണുവാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കൊക്കെ ഈ നക്ഷത്രം ഒരു വഴികാട്ടിയ. അതെ, കാത്തിരിക്കുവാൻ ഒരു ക്രിസ്തുവും, അവനെ കാണുവാൻ ഒരു കണ്ണും, അവനെ കേൾക്കുവാൻ ഒരു കാതും, അവിടുത്തെയും ഉൾക്കൊള്ളുവാൻ ഒരു മനസ്സുമുണ്ടെങ്കിൽ ആരിലും ശാക്തീകരണം നടക്കും എന്ന് ഈ സ്ത്രീയുടെ ജീവിതത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹിതരെ, ഞാൻ പറഞ്ഞുവല്ലോ, ക്രിസ്തുവിൻ്റെ കുറവുകളാണ് നമ്മുടെ നിറവുകൾ, ക്രിസ്തുവിൻ്റെ പരിമിതികളാണ് നമ്മുടെ നിറവുകൾ, ക്രിസ്തുവിൻ്റെ പരാജയങ്ങളാണ് നമ്മുടെ വിജയങ്ങൾ. എന്നെ നിങ്ങൾ വേദവിപരീതി എന്ന് പറഞ്ഞ് മുദ്ര കുത്തരുത്. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ വേദവിപരീതമാണ്. എന്തൊക്കെയാ? ക്രിസ്തുവിൻ്റെ പരിമിതി, ക്രിസ്തുവിൻ്റെ കുറവ്, ക്രിസ്തുവിൻ്റെ പരാജയം. ഇത് 3മാണ് നാം ഇന്നായിരിക്കുന്നതിൻ്റെ അവസ്ഥ എന്നത് മറന്നു കളയരുത്. വിയറ്റ്നാമിൽ ജീവിച്ചിരുന്ന ഒരു കത്തോലിക്ക ആർച്ച് ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് നുയാൻ വാൻ തുവാൻ എന്നായിരുന്നു. വിയറ്റ്നാമിൽ മതപീഡനങ്ങൾക്ക് വിധേയമായി 13 വർഷം അദ്ദേഹത്തെ ജയിലിലടച്ചു, വിചാരണ കൂടാതെ. സഹതടവുകാർ അദ്ദേഹത്തോട് ചോദിച്ചു, ആർച്ച് ബിഷപ്പ്, തങ്ങൾ എന്തിനാണ് ഈ ജയിലിൽ കിടക്കുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഫോർ ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് വേണ്ടി. അപ്പോൾ അവർ ചോദിച്ചു, യേശുവിൻ്റെ എന്തു മേന്മയാണ് ഈ തടവിൽ കിടക്കുവാൻ അങ്ങയെ പ്രേരിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, മേന്മയല്ല, യേശുവിൻ്റെ കുറവുകളാണ്, യേശുവിൻ്റെ പരാജയമാണ്, യേശുവിൻ്റെ പരിമിതിയാണ് അവനെ സ്നേഹിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. 6 കുറവുകൾ അദ്ദേഹം പറയുന്നു. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, പറഞ്ഞ് മുൻപോട്ട് നീങ്ങുകയാണ്. 1, അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിലേറ്റവും മറവിയുള്ളത് യേശു ക്രിസ്തുവിനാണ്. ഡിമെൻഷ്യയും അൾഷിമേഴ്സും ഒരുമിച്ച് പിടിച്ചയാളാണ്. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ ഓർമ്മയിൽ വെക്കുകയായിരുന്നെങ്കിൽ എനിക്ക് നിലനിൽക്കാൻ ഒക്കില്ല. സോ ദ ഹോളി ഫോർഗെറ്റ്നെസ് ഓഫ് ജീസസ്, യേശുവിൻ്റെ വിശുദ്ധ മറവിയാണ് എൻ്റെ നിലനിൽപ്പിൻ്റെ കാരണം. 2ാമതായി അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ ഇത്രയും കണക്കറിയാത്തൊരു മനുഷ്യനില്ല. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലോ, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ. പണ്ട് പഠിച്ചില്ലെങ്കിലും ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കും. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ വലിപ്പമുള്ളത് അല്ലേ, ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ആ കുനിഞ്ഞ അല്ലെങ്കിൽ മുട്ടിയ ഭാഗം. അങ്ങനെയാണെങ്കിൽ 99 and 1 നമ്മളെങ്ങനെയാ ചിഹ്നമിടുന്നത്? 99 ഈസ് ബാക്കി പറ, ഗ്രേറ്റർ ദാൻ 1. ബോർഡില്ലാത്തതുകൊണ്ട് എഴുതി കാണിക്കുന്നില്ല. 99 ഈസ് ഗ്രേറ്റർ ദാൻ 1. 1 to 1 പറയുകയാണ്. യേശുവിൻ്റെ കണക്കറിയാമോ? 1 ഈസ് ഗ്രേറ്റർ ദാൻ 99. 99 വലുതാണ് എന്ത്? ആ 1. അവന് കണക്കറിയില്ല. 3ാമതായിട്ട് പറഞ്ഞു, ലോകത്തിൽ ബിസിനസ് അറിയാത്തൊരു മനുഷ്യനാണ് യേശു. കാരണം 3-ാം മണിക്ക് വന്നവനും രാവിലെ വന്നവനും ഉച്ചയ്ക്ക് വന്നവനും 11-ാം മണിക്ക് വന്നവനും എല്ലാം ഒരേ കൂലി, കണക്കറിയില്ല. 4ാമതായിട്ട് പറഞ്ഞു, ഹി വാസ് നോട്ട് എ ഡിപ്ലോമാറ്റ്, അവനൊരു നയതന്ത്രജ്ഞനല്ല.
കാരണം സാത്താൻ യേശുവിനോട് പറഞ്ഞതാണ്, എന്നെ ഒന്ന് കുമ്പിട്ടാൽ മതി, ഈ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം. വാൻ തുവാൻ പറയുകയാണ്, എന്നോടായിരുന്നെങ്കിൽ ഞാൻ 10,000 പ്രാവശ്യം കുമ്പിട്ടേനെ. കാരണം ഈസി ലൈഫ്, ദാറ്റ് ഈസ് മൈ മോട്ടോ. യേശുവിനതല്ല. അവന് ബിസിനസ് അറിയില്ല, അവൻ നയതന്ത്രജ്ഞനല്ല. 5-ാമതായിട്ട് പറയുന്നു, അവന് യുക്തിബോധമില്ല. നഷ്ടപ്പെടുത്തിയവന് വേണ്ടി വിരുന്നു നടത്തുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? എല്ലാം മുടിച്ചവന് വേണ്ടി വിരുന്നു നടത്തുന്ന ഒരു മനുഷ്യൻ. മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ കാളയെ അറുക്കുന്ന സംഭവത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. 6-ാമതായി വാൻ തുവാൻ പറയുക, ഇത്രത്തോളം ക്ഷമയോടെ കാത്തിരിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. സോ ദ ഹോളി വീക്ക്നെസ് ഓഫ് ജീസസ്, അതാണ് യേശുവിൽ വിശ്വസിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതുപോലെ കുറവും പരാജയവും പരിമിതിയും വേദശാസ്ത്രത്തിൽ അത്ര നല്ല വാക്കല്ല എങ്കിലും ഞാനിന്ന് ആയിരിക്കുന്നത്, നിങ്ങളിന്ന് ആയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പരിമിതികൾ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ആ കിണറിൻ്റെ കരയിൽ അവൻ കാത്തിരിക്കുകയാണ്. ലോകത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ തള്ളപ്പെട്ടു പോയ ഒരുവേള ശാക്തീകരിക്കാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. അഭിമന്യ പിതാവ് പ്രാർത്ഥനയിൽ ഓർത്തപോലെ, പുഴയുടെ തീരത്തിരുന്ന ലുദിയായുടെ ഹൃദയം തുറന്നുവെങ്കിൽ ഈ ആറിൻ്റെ തീരത്തിരിക്കുന്ന നമ്മുടെ ഹൃദയം തുറക്കുവാൻ അവൻ ഇന്നും കാത്തിരിക്കുകയാണ്. നോക്കുക, യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ആ സ്ത്രീയിലുണ്ടായ മാറ്റം എന്ത്? ഒന്ന്, അവൾക്ക് ക്രിസ്തു ഒരു വീണ്ടു വിചാരം ഉണ്ടാക്കിക്കൊടുത്തു. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ അവളുടെ ശാക്തീകരണത്തിൻ്റെ 1-ാമത്തെ തലം അവൾക്ക് ഒരു വീണ്ടു വിചാരം ഉണ്ടാക്കി എന്നതാണ്. സ്നേഹിതരെ, ആധ്യാത്മികതയുടെ 1-ാം പാഠമാണ് വീണ്ടു വിചാരം. ഞാൻ ആര്, ഞാൻ എന്ത്, ഞാൻ എവിടെ എന്ന ചിന്ത. കുഞ്ഞു കവിയായ കുഞ്ഞുണ്ണി മാഷ് ഇങ്ങനെ പാടും, അവനവൻ ആരെന്നറിഞ്ഞെന്നാൽ സകലവും എന്തെന്ന് അറിഞ്ഞിടും. അവനവൻ ആരെന്നറിഞ്ഞെന്നാൽ സകലവും എന്തെന്ന് അറിഞ്ഞിടും. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം മറ്റൊന്നുമല്ല, ഞാൻ ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരു വൈദികൻ, ഒരു പിതാവ്, ഒരു ഭർത്താവ്, ഒരു സഹോദരൻ, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആരെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. മരുഭൂമിയിലെ പിതാവായ അബാ തിഹീക്കോൺ ഇങ്ങനെ പറയും, 2 ദിവസമാണ് പ്രാധാന്യമേറിയത്. ഒന്ന്, ഈ ലോകത്തിലേക്ക് ഞാൻ വന്ന ദിവസം. 2, ഈ ലോകത്തിൽ എന്തിന് എന്നെ ആക്കിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദിവസം. തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്? 30, 40, 50, 60, 80, 90 വയസ്സ് ഈ ലോകത്തിലാക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? ഇത് ഗരിസീം മലയുടെ അടിവാരത്തിലുള്ള കിണറിൻ്റെ കരയ്ക്ക് വെച്ച് ഒരു വീണ്ടു വിചാരം യേശു അവൾക്കുണ്ടാക്കി. ഒന്ന്, അവളെക്കുറിച്ചുള്ള വീണ്ടു വിചാരം. എന്താണ് സ്ത്രീയുടെ പ്രത്യേകത? നിയന്ത്രണമില്ലാതെ ജീവിച്ചു എങ്കിലും കുറ്റബോധമില്ലാതെ, മനസാക്ഷി കുത്തലില്ലാതെ എല്ലാറ്റിനെയും സ്വതസിദ്ധമായി ന്യായീകരിച്ചുകൊണ്ടാണ് അവൾ ജീവിച്ചത്. യാതൊരു കുറ്റബോധവുമില്ല, മനസാക്ഷി കുത്തലില്ല. യേശു അവളുമായിട്ട് സംഭാഷണം നടത്തുമ്പോൾ അവളിൽ ഒരു വീണ്ടു വിചാരം. സംഭാഷണം ആരംഭിച്ചു വെള്ളത്തെക്കുറിച്ച്. എനിക്ക് കുടിക്കാൻ തരുമോ? അവൾ പറഞ്ഞു, അതെങ്ങനെ? നീ ഒരു യഹൂദ യുവാവല്ലേ, നിനക്കെങ്ങനെയാണ് കുടിക്കാൻ തരുന്നത്? പറഞ്ഞു വന്നപ്പോൾ ക്രിസ്തു തുടരുന്നത് പോലെ തുടരുകയും ഉച്ചനേരത്തുള്ള വെള്ളം കോരൽ നിർത്തുകയും ചെയ്യാമല്ലോ എന്ന് അവൾക്ക് തോന്നി.
ഒന്നുകൂടെ ഞാൻ ജീവന്റെ ജലം എനിക്ക് തരണം. ക്രിസ്തു അവളുമായി യഥാർത്ഥത്തിൽ ഹൃദയബന്ധം ഒറ്റപ്പെടുത്തലുകളോ ഇല്ലാതെ യേശു അവളുമായി സഹവാസത്തിൻ്റെ സംഭാഷണം ആരംഭിക്കുകയാണ്. യേശു പറഞ്ഞു, വെള്ളം തരാം, പക്ഷേ എനിക്കൊരു ഡിമാൻഡുണ്ട്. ഇൻ ഓർഡർ ടു ഫുൾഫിൽ കഴിയണം. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമുക്ക് ഡിസയർ ഉണ്ട്, ബട്ട് വി ഹാവ് ടു ഫുൾഫിൽ, വി ഹാവ് ടു കീപ്പ് അപ്പ് സർട്ടൻ ഡിമാൻഡ്സ് ഓഫ് ഗോഡ്. യേശു അവളോട് പറഞ്ഞു, ഞാൻ വെള്ളം തരാം, നീ എന്താ ചെയ്യണം? നീ നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരണം. വേദപുസ്തക വ്യാഖ്യാതാവായ അബ്ബാ യോഹന്നാൻ പറയുന്ന ഒരു വാക്കിങ്ങനെയാണ്: യേശു ചിരിച്ച 5 സന്ദർഭങ്ങളിൽ ഒന്നാണ് ഇത്. ബാക്കി 4 പറഞ്ഞു പോകാൻ സമയമില്ല. യേശു എന്തൊക്കെ പറയുമ്പോഴായിരിക്കും സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നത് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈ ജോജിയച്ഛൻ്റെ വേലത്തരങ്ങളും പരിപാടികളും ഒക്കെ കാണുമ്പോൾ സ്വർഗത്തിലിരുന്ന് അവൻ ചിരിക്കുന്നുണ്ടാകാം. ഇവിടെ ഞാൻ 1 to 1 എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പിനോട് യോജിക്കില്ല. അദ്ദേഹം പറഞ്ഞത് കർത്താവിന് കണക്കറിയില്ലെന്നാ. കർത്താവിന് കണക്കറിയാം, നല്ല അരിത്തമെറ്റിഷ്യനാണ് കർത്താവ്. യേശു പറഞ്ഞു, മോളെ, നിന്റെ കണക്കിൽ ഭർത്താവിൻ്റെ എണ്ണം 0. അറകളിലേക്ക് വിരൽ ചൂണ്ടുന്ന കർത്താവിൻ്റെ വാക്കുകൾ അവളെയും ആപാത ചൂടം വിറപ്പിക്കുവാൻ ഇടയായി. ഒരു വീണ്ടു വിചാരത്തിൻ്റെ തലത്തിലേക്ക് അവളെ കൊണ്ടുവന്നു. മകൾ, നാട്ടുകാരുടെ കാഴ്ചപ്പാടിലല്ല, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ക്രിസ്തുവാകുന്ന ലിറ്റ്മസ് ടെസ്റ്റിൽ നീ നിന്നെ തന്നെ ഒരു വിലയിരുത്തൽ നടത്തണം. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ 57-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സ്വയം വിലയിരുത്തലിൻ്റെ അവസ്ഥയായി മാറണം. അതിനാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്: ഞാൻ നോക്കിയാൽ ഭർത്താവില്ലെന്നേ പറയാനൊക്കുള്ളൂ, തിരുമേനി നോക്കിയാൽ എന്നിലെ 5 പേരെ കണ്ടെത്താനൊക്കുള്ളൂ, എന്നാൽ ക്രിസ്തു എന്നെ വിലയിരുത്തണം, ദൈവം എന്നെ വിലയിരുത്തണം. പ്രിയപ്പെട്ടവരെ, ാണ് പറയുന്നത്, ഹി കെയിം ടു ഹിംസെൽഫ്, ഹി കെയിം ടു ഹിംസെൽഫ്. അവന് സുബോധമുണ്ടായി. മലയാളം, അവനവൻ ആരെന്നറിയുമ്പോൾ സർവവും എന്തെന്ന് അറിഞ്ഞിടും. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വീണ്ടു വിചാരം, അതിൽ കാരണം അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുതരം ധാർഷ്ട്യത്തിൻ്റെ സംസാരമാണ് അവളിൽ ഒളിഞ്ഞു നിൽക്കുന്നത്. അവൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, 12-ാമത്തെ വാക്യം, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ ജീവിതശൈലിയുടെ വക്താവായി അവൾ മാറുകയാണ്. തന്നവനെ ഓർക്കാതെ തന്നതിനെ ഓർക്കുന്നത് വികലതയാണ്. അതിൽ നിന്ന് ഒരു വീണ്ടു വിചാരമുണ്ടാകണം എന്ന് യേശു അവളെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തു അവളോട് പറയുകയാണ്, മകളെ, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുകയും ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളതിനെക്കുറിച്ച് ഒരു വീണ്ടു വിചാരം വേണം. പൗലോസ്ലീഹ ശക്തമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്, 1 കൊരിന്ത്യർ 4:7. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഒരു മന്ത്രമായി മനസ്സിനെ അലയടിക്കേണ്ട ഒരു ഭാഗമാണിത്. 1 കൊരിന്ത്യർ 4:7. ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ നീ പ്രശംസിക്കുന്നത് എന്ത്? യേശുവും ഇവളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ
നീ പ്രശംസിക്കുന്നതും പെരുമാറുന്നതും എന്ത്? പ്രിയപ്പെട്ടവരെ, ഒന്ന് നമ്മെക്കുറിച്ചുള്ള ഒരു വീണ്ടു വിചാരമാണെങ്കിൽ, രണ്ട് നമുക്കുള്ളതിനെക്കുറിച്ച് ഒരു വീണ്ടു വിചാരം ഉണ്ടാകണം. ഡോക്ടർ APJ അബ്ദുൽ കലാം പറയും, 2 things that defines you. 2 കാര്യങ്ങളാണ് നീ ആരെന്ന് വ്യക്തമാക്കുന്നത്. ഒന്ന്, യുവർ പേഷ്യൻസ് വെൻ യു ഹാവ് നത്തിങ്. 2, യുവർ ആറ്റിറ്റ്യൂഡ് വെൻ യു ഹാവ് എവറിഥിങ്. യുവർ പേഷ്യൻസ് വെൻ യു ഹാവ് നത്തിങ് ആൻഡ് യുവർ ആറ്റിറ്റ്യൂഡ് വെൻ യു ഹാവ് എവറിഥിങ്. പ്രിയപ്പെട്ടവരെ, തന്നവനെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. ഒരു ത്രാസ് എപ്പോഴും സൂക്ഷിക്കണം. ഒരു ത്രാസ്, നാം അധ്വാനിച്ച് നേടിയതും ദൈവം തന്നതും ഓരോ തട്ടിൽ വെച്ച് നോക്കണം. നാം ചോദിച്ചു വാങ്ങിച്ചതും ദൈവം അറിഞ്ഞു തന്നതും ഓരോ തട്ടിൽ വെച്ച് നോക്കണം. നാം അർഹിച്ചു നേടിയതും അർഹിക്കാതെ ദൈവം തന്നതും ഓരോ തട്ടിൽ വെച്ച് നോക്കണം. തന്നത് തമ്പുരാനാണ് എന്ന ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിക്കളയരുത്. ഈ സ്ത്രീക്ക് കർത്താവ് കൊടുക്കുന്ന ശാക്തീകരണം അവൾക്കുള്ളതിനെക്കുറിച്ച് ഒരു വീണ്ടു വിചാരം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഉപനിഷത്തുകളിൽ പ്രാധാന്യമുള്ളതാണ് ഈശോപനിഷത്ത്. ഹിന്ദു സഹോദരങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഈശോപനിഷത്ത് ആരംഭിക്കുന്നത് ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചിതാക മാകൃത കസ്യസുദ്ധനം. ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്, എല്ലാം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കണം. ത്യജിച്ചുകൊണ്ട് ഭുജിക്കണം. ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം. കേട്ടുപോകുന്നത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഭാഗമാകണം. അതുകൊണ്ടാണല്ലോ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് രാവിലെ കേൾക്കുന്ന സുന്ദരമായ ഒരു ഗീതം ഇങ്ങനെയാണ്: മാളിക മോളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലെറ്റി നടത്തുന്നതും ഭവാൻ. ഗരിസീം മലയുടെ അടിവാരത്തിലുള്ള കിണറിൻ്റെ അരികിൽ ക്രിസ്തു കാത്തിരിക്കുകയാണ് ഒരു വീണ്ടു വിചാരത്തിന്. അതേ, കല്ലുപ്പാറ കൺവെൻഷൻ്റെ 1ാമത്തെ രാത്രിയിൽ ക്രിസ്തു കാത്തിരിക്കുകയാണ് ഒരു വീണ്ടു വിചാരത്തിന്. വെറുതെ വാചകമടിച്ചു പോകാനല്ല, ജീവിതത്തിൻ്റെ നിമ്നോന്നതങ്ങളിൽ ജീവിതത്തിൻ്റെ വീണ്ടു വിചാരമുണ്ടായാൽ വീക്ഷണം മാറും. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, വീണ്ടു വിചാരമുണ്ടായാൽ വീക്ഷണം മാറും, കാഴ്ചയും മാറും, കാഴ്ചപ്പാടും മാറും. അതുകൊണ്ടാണല്ലോ ക്രിസ്തു പറയുന്നത്, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമായി മാറും. വീണ്ടു വിചാരം കാഴ്ചയും കാഴ്ചപ്പാടും മാറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഭാരതീയ പാരമ്പര്യത്തിൽ തിദിക്ഷ എന്ന് പറയുന്ന ഒരു ആസനമുണ്ട്, യോഗാസനങ്ങളിലൊന്ന് തിദിക്ഷ. ആ തിദിക്ഷ പറയുന്നത് നമ്മുടെ ബ്രെയിൻ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട് നിയന്ത്രിക്കണം എന്നാണ്. പ്രാർത്ഥനയിൽ നിങ്ങൾ ചൊല്ലിയിട്ടുണ്ട്, നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ തുറക്കപ്പെട്ട അവയവങ്ങളുടെ വാതിലുകൾക്ക് നീ കാവൽക്കാരെ. ചൊല്ലാറുണ്ടോ? ഈ പ്രാർത്ഥനയൊക്കെ പോയെന്നേ. അപ്പോൾ ഇന്ന് തിരുമനസ്സുകൊണ്ട് പ്രാരംഭത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയും ആഴവും മാറി. ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണം. കാരണം വീക്ഷണം മാറുമ്പോൾ കാഴ്ചയും മാറും, കാഴ്ചപ്പാടും മാറും. ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ. 3 ഗ്രഹണം, 4 ദർശനം. ഈ 4 തലങ്ങളാണ് കാഴ്ചയ്ക്കുള്ളത്. 1 നോട്ടം. നോട്ടത്തിൽ എന്തുണ്ട്? നോട്ടപ്പിശക്. എന്തുള്ളത് കൊണ്ടാ? നോട്ടപ്പിശകുള്ളത് കൊണ്ടാ. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവായതിനാൽ ഇനി ഞാൻ പറയണോ എന്നെനിക്ക് സംശയമുണ്ട്. എങ്കിലും പിള്ളേരുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, മക്കളോട് പറയണം, എല്ലാ നോട്ടങ്ങളിൽ നിന്ന് ദർശനത്തിലേക്ക് മാറണം.
യേശുദമ്പുരാൻ ഒരു അന്ധന് സൗഖ്യം കൊടുക്കുന്നത് വേദപുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. വിശുദ്ധ മത്തായി 8-ാം അധ്യായം, വിശുദ്ധ മർക്കോസ് 6-ാം അധ്യായത്തിലുമൊക്കെ ആ സംഭവം വിവരിക്കുന്നുണ്ട്. പോലെയാ, ഇതാണ് നോട്ടത്തിലെ നോട്ടപ്പിശക്. പൗരസ്ത്യ പിതാക്കന്മാർ പറയുന്നത് യേശു 4 സ്റ്റേജിലൂടെ അവന് കാഴ്ച കൊടുത്തു എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ പഠിക്കുമ്പോഴും അത് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരസ്ഥാനീയനായ ജോൺ ചാക്കോ അച്ഛൻ ഗ്രീക്ക് ഭാഷയിൽ പുതിയ നിയമം പഠിച്ചയാളാണ്. എനിക്ക് അത്രത്തോളം അറിവും കഴിവുമില്ല. എങ്കിലും നിങ്ങളുമായിട്ട് പറയാൻ വേണ്ടി ഭൂതക്കണ്ണാടിയൊക്കെ വെച്ച് ഞാൻ നോക്കിയപ്പോഴും അവിടെ കാണുന്നത് യേശു കാഴ്ച കൊടുക്കുന്നത് 2 തരത്തിലാണെന്നെങ്കിലും അവിടെ കാണുന്നുണ്ട്. ഒന്നാമതായി അനാബ്ലെപ്സാസ് എന്ന പദം ഉപയോഗിക്കുന്നു. On his eyes again and made him look up, and he looked intently and steadily. തൊട്ടു അപ്പോഴാണ് he looked up intently and steadily. അപ്പോഴാണ് എല്ലാം അവന് കൃത്യമായി കണ്ടത്. അതെ, അമ്മയെ മരമായി, പെങ്ങളെ മരമായി, മകളെ മരമായി, ഉപഭോഗ വസ്തുവായി കാണുന്ന മനുഷ്യന്റെ നോട്ടപ്പിശക് ക്രിസ്തു രണ്ടാമത് ചോദിച്ചു, നീ എന്തു കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു. ക്രിസ്തു മൂന്നാമത് തൊട്ട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ യേശാവിൻ്റെ മുമ്പിൽ നിന്ന് യാക്കോബ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ദൈവത്തെ കാണുന്നത് പോലെ ഞാൻ എൻ്റെ സഹോദരനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, കാഴ്ച 4 തലങ്ങൾ. യേശുവിനെ ഈ സ്ത്രീ അഭിസംബോധന ചെയ്യുന്ന 4 അഭിസംബോധനകൾ വളരെ വ്യക്തമായി ഇവിടെ കാണുന്നു. 5 പേരുണ്ടെങ്കിലും അവൾ 6ാമത്തെ ഒരുത്തനും കൂടെയുണ്ടെന്ന് ക്രിസ്തു പറയുമ്പോഴും അവളുടെ മനസ്സിലിരിക്കുന്നത് ഒരുത്തനും കൂടെ ഉണ്ടാകും എന്ന 7ാമത്തവനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അവൾ അഭിസംബോധന പ്രവാചകൻ എന്ന് വിളിച്ചു. നോക്കുക, കൃത്യമായ സിസ്റ്റമേ യജമാനൻ ഗ്രഹിച്ചപ്പോൾ ആര്? പ്രവാചകൻ. ഇനിയും ഒരു തലത്തിലൂടെ അവൾ വരികയാണ്. അതാണ് അവളുടെ ജീവിതത്തിലെ 3ാമത്തെ അവസ്ഥ. 1, വീണ്ടു വിചാരം. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ വീണ്ടു വിചാരമുണ്ടാകുമ്പോൾ വീക്ഷണവും കാഴ്ചയും കാഴ്ചപ്പാടും മാറും. നോക്കി യഹൂദ യുവാവ് എന്നാരംഭിച്ച അവളുടെ സംസാരം ഇപ്പോൾ വന്നു നിൽക്കുന്നത് എവിടെയാണ്? ഗ്രഹണത്തിലാണ്. അവൾ പറയുന്നു, നീ ആരാണ്? പ്രവാചകൻ. ഇതാ വണ്ടി ഓടി 19ാമത്തെ വാക്യത്തിൽ എത്തി നിൽക്കുകയാണ്. അവൾ പറയുകയാണ്, കൊണ്ടുള്ള ഒരു മാറ്റം അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. കാരണം ഈ മോരും മുതിരയും പോലെ തുടക്കമിട്ടത് ഏതിലാ? വെള്ളം. പറഞ്ഞു വന്നപ്പോൾ ആരായി? ഭർത്താവ്. ഇപ്പം എവിടെയായി? ആരാധന. നോക്കുക, ക്രിസ്തുവിൻ്റെ മനോഭാവം നോക്കുക. വീണ്ടെടുക്കുവാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ കാത്തിരിപ്പിൻ്റെ നന്മ നോക്കുക. ആരാധനയിലേക്ക് കൊണ്ടുവന്നു. യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ആരാധന എന്ത് എന്ന് അവളെ പഠിപ്പിച്ച് ഗരിസീം മലയുടെ അടിവാരത്തിലുള്ള കിണറിൻ്റെ തീരത്ത് വെച്ച് ക്രിസ്തു അവളെ വീണ്ടെടുക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ആക്രോശങ്ങളും അട്ടഹാസവുമല്ല യഥാർത്ഥ ആരാധന. സത്യ അനുതാപവും മാനസാന്തരവും ജീവിത. ശ്രദ്ധിക്കുക, പള്ളിക്കകത്ത് എന്താണ് നടന്നത് എന്നറിയുന്നത് പള്ളിക്ക് വെളിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പള്ളിക്കകത്ത് എന്താണ് നടന്നത് എന്നറിയുന്നത് പള്ളിക്ക് വെളിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിർഭാഗ്യവശാൽ നിങ്ങളെക്കുറിച്ച് പറയാൻ എനിക്കാകില്ല, എന്നെക്കുറിച്ച് പറയാം. ദൈവാലയത്തിലും ദൈവത്തിങ്കലും എത്തി. പരീശൻ നിർഭാഗ്യവശാൽ തൃപ്തിയില്ലാതെ മടങ്ങി, ചുങ്കക്കാരനോ സന്തോഷത്തോടെ മടങ്ങി.
പ്രിയപ്പെട്ടവരെ, രൂപാന്തരമുണ്ടാകണം നമ്മുടെ ആരാധനയ്ക്ക്, മാനസാന്തരമുണ്ടാകണം നമ്മുടെ ആരാധനയ്ക്ക്. ക്രിസ്തു അവളോട് പറയുക, മകളെ, വീണ്ടെടുക്കൽ നടക്കുമ്പോഴാണ് ഉയരുകയാണ്. അവൾ ഹൃദയത്തിൽ ഉയരുകയാണ്. അവൾ പറഞ്ഞു, ഇതെല്ലാം പറയുന്നത് ആരാണെന്നറിയാമോ? മശിഹ വരുമ്പോഴാണ്. ഇതെല്ലാം പത്രോസും യാക്കോബും യോഹന്നാനും ഉൾപ്പെടെയുള്ള പുരുഷ പുങ്കവന്മാരുടെ ക്യാബിനറ്റിനറിയാത്ത ദൈവിക വെളിപാട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തള്ളപ്പെട്ടു പോയ സ്ത്രീക്ക് കൊടുക്കുകയാണ്. വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്ത് അവളെ യേശുദമ്പുരാൻ തൻ്റെ മുഖ്യധാരയിലേക്ക് അവളെ കൊണ്ടുവരികയാണ്. ഇനിയും എന്തിനാണ് ഈ വേദഭാഗം ധനകാ പെരുന്നാളിൽ വായിക്കുന്നത്? 3 വാക്യം വായിച്ച പോരെ? ഇതൊക്കെ ഒന്ന് മാറ്റിയ പോരെ? ഇങ്ങനെയും നീണ്ട ഭാഗം വായിക്കണോ? ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, the Orthodox liturgy is well designed and well disciplined liturgy. Well designed and well disciplined. ഇത് നമ്മൾ മാറ്റാനുള്ളതല്ല. വയ്യാത്തവും വരണ്ട. പക്ഷേ ഇത് നമുക്ക് മാറ്റാനുള്ളതല്ല. ക്രിസ്തു തിരിച്ചു കൊടുക്കുന്ന സംഭവമാണ് യോർദാനിലെ സ്നാനം. ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, വെള്ളത്തിന് വീണ്ടെടുക്കലിൻ്റെ ശക്തി തിരിച്ചു കൊടുക്കുന്ന പെരുന്നാളാണ് ധനകാ പെരുന്നാളായ ക്രിസ്തുവിൻ്റെ യോഗമതി. ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ 33-ാമത്തെ വയസ്സിൽ കർത്താവ് കുരിശിൽ കയറിയത് കൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? അത് ചെയ്യണ്ടേ? നിങ്ങൾ തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ എന്തിനാണ് യോർദാനിൽ കർത്താവ് സ്നാനമേറ്റത്? പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങളെങ്കിലും പ്രധാനമായിട്ടുണ്ട്. അതെല്ലാം വ്യാഖ്യാനിക്കുവാൻ എനിക്ക് സമയമില്ല. 1, വെള്ളത്തിൻ്റെ ശുദ്ധീകരണം. 2, ലേവ്യ പൗരോഹിത്യം തിരിച്ചെടുത്തത്. 3 ഉണ്ട്. 1 എന്താണ്? ലേവ്യ പൗരോഹിത്യം തിരിച്ചെടുത്തു. നമ്മൾ പാടുന്നുണ്ട്, ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹറോൻ മൂശയൊടുന്നീച്ച് സ്കറിയായ്ക്കതു നൽകി മൂശ സ്കറിയായോഗന്നേകി. പ്രയർ, ബോധമില്ലാത്ത പിതാക്കന്മാർ എഴുതി വെച്ച ബോധമില്ലാത്ത പാട്ട്, ബോധമില്ലാത്ത ഞങ്ങളെ കൊണ്ട് ബോധമില്ലാത്ത അച്ഛന്മാര് പാടിച്ചുകൊണ്ടിരിക്കുന്നു. ആണോ? അല്ല പ്രിയപ്പെട്ടവരെ, യോർദാനിൽ യോഹന്നാനിൽ നിന്ന് കർത്താവ് പൗരോഹിത്യം തിരിച്ചെടുത്തു. അതുകൊണ്ടാണ് യെരൂശലേം ദേവാലയത്തിൽ വെച്ച് പുരോഹിതന്മാർ ചോദിക്കുന്നത്, നീ എന്തധികാരം കൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്നു? യേശു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, അതിൻ്റെ ഉത്തരം തരാം. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അവനെ വിശ്വസിക്കാത്തത് എന്നവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനം നമ്മെ കല്ലെറിയും, അതുകൊണ്ട് ഉത്തരം കൊടുക്കണ്ട. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരണമെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരണം. ഉത്തരം തേടാൻ ഇപ്പം സമയമില്ല. യോഹന്നാനിൽ നിന്ന് അതിൽ 1-ാമത്തത് മാത്രമാണ് നമുക്കിന്ന് പഠിക്കുവാൻ മനസ്സിലാക്കുവാനുള്ളത്. 1, വെള്ളത്തിൻ്റെ ശുദ്ധീകരണം. എങ്ങനെയാണ് വെള്ളത്തെ ശുദ്ധീകരിച്ചത്? നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവം പറുദീസ സ്ഥാപിച്ച് സൃഷ്ടി ആരംഭിക്കുന്ന വിധത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്. വെള്ളത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സൃഷ്ടിയുടെ ആരംഭം കുറിക്കുന്നത് എവിടെയാണ്? വെള്ളത്തിലാണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പിള്ളേർ കുറവായതുകൊണ്ട് അവർ ചോദ്യം ചോദിക്കില്ല എന്ന് കരുതും. എങ്കിലും പിള്ളേർ ചോദിക്കും. സ്കൂളിലെ ടീച്ചർ പറഞ്ഞതേ, സൃഷ്ടി ജീവൻ തുടങ്ങിയത് എവിടെ നിന്നാണ്? എവിടെ ഉണ്ടായി? വെള്ളത്തിലുണ്ടായി. വെള്ളത്തിൽ എങ്ങനെ അമീബ ഉണ്ടായി? ഉടനെ ടീച്ചർ പറയും, അത് ഇവല്യൂഷനാണ്, അങ്ങനെ അങ്ങ് ഉണ്ടായെന്നേ ഉള്ളൂ, ഡാർവിൻ്റെ തിയറിയാണ്.
എന്നാൽ വിശുദ്ധ വചനം ഓർമ്മപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു. റാഹേഫ് എന്ന വാക്ക്, ബ്രൂഡിംഗ് എന്ന വാക്ക്, അതെ, മുട്ടയുടെ മേൽ തള്ളക്കോഴി അടയിരിക്കുന്നത് പോലെ ഫെമിനിണ്ടായി, ജീവനുണ്ടായി. അങ്ങനെ ജീവന്റെ സോഴ്സായി, ജീവന്റെ ആധാരമായി എന്തു മാറി? വെള്ളം മാറി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ജീവന്റെ ആധാരമായ വെള്ളം നാശത്തിന് കാരണമായി. 40 രാവും 40 പകലും നീണ്ട മഴയിൽ, പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ദൈവം പറഞ്ഞു, ഇനി ഞാൻ വെള്ളത്തിലൂടെ നാശം നടത്തത്തില്ല. ദൈവം എന്നിട്ട് വെള്ളത്തിന് ജീവന്റെ ചൈതന്യം തിരിച്ചു കൊടുക്കുവാനുള്ള പ്രക്രിയ ആരംഭിച്ചു. പഴയ നിയമത്തിൽ ആ സംഭവങ്ങളെല്ലാം ഉണ്ട്. യോർദാൻ കടന്നത്, ചെങ്കടൽ കടന്നത്, എലീശ ഉപ്പിട്ട് വിഷമായ വെള്ളത്തെ ശുദ്ധമാക്കിയത്, മാറായിലെ കയ്പ് വെള്ളം മാറിയത് തുടങ്ങിയ സംഭവങ്ങളെല്ലാം പഴയ നിയമത്തിൽ സംഭവിച്ചു. എങ്കിൽ പുതിയ നിയമത്തിൽ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്ന യേശുമശിഹ തമ്പുരാൻ തൻ്റെ തിരുമേനിയുടെ പങ്കപ്പാടുകളാൽ ഈ സൃഷ്ടിയെ, ബാക്കി പറയാമോ? എപ്പോഴാ പറയുന്നു എന്ന് പറയണം, ബാക്കി ഇങ്ങോട്ട് പറയണം. എവിടെ? മനസ്സിലാകുന്നില്ല, എവിടൊക്കെയോ കേട്ടിങ്ങനെ പോകുകയാണ്. തൻ്റെ തിരുമേനിയുടെ പങ്കപ്പാടുകളാൽ ഈ സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്ന പുത്രനാം ദൈവം നമ്മോടുകൂടെ, എല്ലാറ്റിനെയും സൃഷ്ടിച്ച പിതാവ് നമ്മോടുകൂടെ, തൻ്റെ തിരുമേനിയുടെ പങ്കപ്പാടുകളാൽ ഈ സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്ന പുത്രനാം ദൈവം നമ്മോടുകൂടെ, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന, ബാക്കി പറ. ഇതറിയാത്തതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടി വരുന്നത്, പോട്ടെ 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 പോട്ടെ. എവിടെ പോട്ടെ? പോട്ടെ പോട്ടെ ഫീസ്റ്റിന് പോട്ടെ, പോട്ടെ പോട്ടെ ഫയറിന് പോട്ടെ. ഇതൊന്നും അറിയാത്തത് കൊണ്ടാ, ഇത് മനസ്സിൽ തട്ടാത്തത് കൊണ്ടാ. സകലത്തെയും നിർമ്മിച്ച പിതാവ് നമ്മോടുകൂടെ. യോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനമാണ്. യോഹന്നാന്റെ സ്നാനത്തിന്റെ മെത്തഡോളജി പാപം ഏറ്റുപറഞ്ഞാണ്. അത് കർത്താവിന് വേണ്ട, കർത്താവിനത് വേണ്ട, ക്രിസ്തീയ സഭയ്ക്കത് വേണ്ട എന്നതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നത്, പഠിപ്പിക്കുന്നത്, ക്രിസ്തു പഠിപ്പിക്കുന്നത് വെള്ളത്തിലിറങ്ങി വെള്ളത്തിന് വീണ്ടെടുക്കലിൻ്റെ ശക്തി അവിടുന്ന് തിരിച്ചു കൊടുത്തു. അതാണ് ഈ മാമോദീസ തൊട്ടിയിൽ ഒഴിക്കും. എന്തിനാണെന്നറിയാമോ? യേശുമശിഹ തമ്പുരാൻ വെള്ളത്തിന് തിരിച്ചു കൊടുത്ത ജീവന്റെ ചൈതന്യം ഈ മാമോദീസ തൊട്ടിയിൽ, മാമോദീസ മുങ്ങുന്ന ത്തിൽ വെച്ച് ക്രിസ്തു അവളെ വീണ്ടെടുത്തുവെങ്കിൽ, വീണ്ടെടുക്കലിന്റെ പെരുന്നാളായ ദനക പെരുന്നാളിൽ പിതാക്കൾ പറയോ വെട്ടിച്ചുരുക്കാൻ? പറയുമോ? അസഹിഷ്ണുതയോടെ നിൽക്കുമോ? ഞായറാഴ്ച അല്ലെങ്കിലും ദനക പെരുന്നാളിന് വരുമോ? വരും. വീണ്ടുവിചാരവും വീണ്ടെടുക്കലും ത്തിൻ്റെ ക്രമത്തിൽ ഈ വേദഭാഗം വായിക്കുന്നു. ഒരു ചിന്ത കൂടെ പെട്ടെന്ന് കമ്പി വാക്കുകളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമതായി, അവളിലുണ്ടായ മാറ്റം വീണ്ടുവിചാരമുണ്ടാക്കി, വിലയിരുത്തി, വിലയിട്ടു. 2, അവളെ ദ 7 ഫ്രൂട്ട്സ് ഓഫ് ഹോളി ബാപ്റ്റിസം, ഭവനാവകാശം, ജീവന്റെ മുദ്ര, തിരുമുഖ ശോഭ, വീണ്ടും ജനനം, പഴയ മനുഷ്യനെ ഉരിഞ്ഞ് പുതിയ മനുഷ്യനെ സ്വീകരിക്കുക, നിത്യജീവൻ, ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ്, അവളെ ക്രിസ്തു വീണ്ടെടുക്കുകയാണ്. 7 കൂദാശകൾ, വിവാഹമൊഴിച്ച് ഉള്ള കൂദാശകൾ അവൾക്ക് നൽകി യേശു അവളെ. അനുഭവം എന്താണ്? 28-ാമത്തെ വാക്യം നാം ആധാരമായി സ്വീകരിച്ച വാക്യം. അവിടെ പറയുന്നു, അനന്തരം സ്ത്രീ, ഉറക്കെ വായിച്ചേ, അനന്തരം സ്ത്രീ. എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് കാണിക്കാനല്ല ഞാൻ ആദ്യം ആംഗലേയ ഭാഷയിലൂടെ അത് പറഞ്ഞത്. The woman then intentionally left her. അർത്ഥം പൂർണ്ണമായി പറയാനാകും.
ഗ്രീക്കിൽ പറയുന്നു അഫേക്കൻ ഓൺ ടെൻ ഹോഡ്രിയാൻ ഓട്ടേസ് ഹേ ഗുനേ. അതിൻ്റെ അർത്ഥം വിശുദ്ധ കുമ്പസാരം. അവൾ അന്നുവരെയും ഉച്ചനേരത്ത് വെള്ളം കോരുവാൻ കൊണ്ടുവന്നിരുന്ന അവളുടെ കുടം എന്ത് ചെയ്തു? അവൾ അറിഞ്ഞ് നാം ശവസംസ്കാരം എന്ന് പറയുന്ന ഫ്യൂണറൽ അല്ലെങ്കിൽ ബെറിയൽ എന്ന് പറയുന്ന അതിനെ ഹൈന്ദവ സഹോദരങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കർമ്മവും കർമ്മഫലവുമേറ്റ് ജന്മജന്മാന്തരങ്ങളിലൂടെ ഒരു പൂർണ്ണതയിലേക്ക് കടക്കുവാൻ കുടം ഉടയ്ക്കുകയാണ്. കുടം ഉപേക്ഷിക്കുക എന്നാൽ ഇന്നുവരെയുള്ളതെല്ലാം നിന്നും മാറുകയാണ്. അതെ, ക്രിസ്തുവിൻ്റെ വസ്ത്രവിളമ്പിൽ തൊട്ടാൽ രോഗം മാറും, ക്രിസ്തുവിനെ തൊട്ടാൽ ആള് മാറും. ക്രിസ്തുവിൻ്റെ വസ്ത്രവിളമ്പിൽ തൊട്ടാൽ രോഗം മാറും, ക്രിസ്തുവിനെ തൊട്ടാൽ ആള് മാറും. ഒന്നുകൂടെ പറഞ്ഞ് നിർത്തട്ടെ. ഒന്ന്, അവൾ കുടം ഉപേക്ഷിച്ചു. രണ്ട്, അവൾ എന്തു ചെയ്തു? മലയാളത്തിൽ പറയുന്നു, ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ ഇത്തിരി വ്യത്യാസമുണ്ട്. ഷീ വെന്റ് ഹർ വേ ഇൻ ടു ദ സിറ്റി ആൻഡ് സെറ്റ് ടു ദ മെൻ. അതെന്താ? ജനവും, മെൻ എന്ന് വെച്ചാൽ ആണുങ്ങൾ. ജനവും ആണുങ്ങളും ഒരേ തരത്തിൽ പറയാവുന്നതാണ്. അങ്ങനെയായിരുന്നെങ്കിൽ പീപ്പിൾ എന്നല്ലേ ഇംഗ്ലീഷിൽ പറയണ്ടേ? എന്തിനാണ് മെൻ എന്ന് പറഞ്ഞത്? ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ വന്നു കാൺമീൻ, അവൻ ക്രിസ്തുവാണ്. അടൂരിൽ നിന്ന് കല്ലൂപ്പാറ വന്ന് മൈക്കും സ്റ്റാൻഡും സമയവും കിട്ടിയ ജോജിയച്ചന് കണ്ടക്ഷോഭമായി കർത്താവിനെ കുറിച്ച് പറയാം. എന്നാൽ ഞാൻ ഇടപെടുന്നിടത്ത് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ എനിക്ക് ആകുമോ? ഞാൻ ഇടപെടുന്നിടത്ത് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ എനിക്കാകുമോ? ഇതാണ് സുവിശേഷീകരണം, ഇതാണ് സ്ത്രീ ശാക്തീകരണം. അവൾ ചെയ്തത്, അവൾ ആരുമായി ഇടപെട്ടുവോ അവരോട് ചെന്ന് എന്തു പറഞ്ഞു? യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ വന്നു കാൺമീൻ, അവൻ ആരാണ്? അവൻ ക്രിസ്തുവാണ്. വാക്കുകൾ ചുരുക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഈ വേദഭാഗത്തിൻ്റെ അവസാനം പറയുകയാണ്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് അവൻ വിശ്വസിച്ചു. ഇതാണ് ഉസ്താദ് തിരുമേനിയൊക്കെ പറയുന്ന സുവിശേഷീകരണം. എല്ലാവരെയും ക്രിസ്ത്യാനിയാക്കാനല്ല, നാം ഇടപെടുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന വക്താക്കളായി മാറുക. നാം ഇടപെടുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന വക്താക്കളായി മാറുക. ഈ സ്ത്രീ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം മാമോദീസ സ്വീകരിച്ചു. അവൾ പുതിയൊരു പേര് സ്വീകരിച്ചു. അവളുടെ പേര് ഫോർട്ടിനി എന്നാണ്. ഫോർട്ടിനി എന്ന പേര് സ്വീകരിച്ച അവൾ ആഫ്രിക്കൻ രാജ്യമായ കാർത്തേജിൻ്റെ മിഷണറിയായിട്ട് മാറി. 2 ആൺമക്കളും 5 പെണ്ണും. ആദിമസഭയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഈ സ്ത്രീയുടെ മാർട്ടിടത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നീറോ ചക്രവർത്തിയുടെ പീഡന സമയത്ത് ഈ ഫോർട്ടിനായെ പീഡിപ്പിച്ച് അവളെ രക്തസാക്ഷി മരണത്തിന് വിട്ടുകൊടുത്തു. കുതിരകളുടെ കടിഞ്ഞാണിൽ നിന്ന് ഓരോ കയറ് ഇവളുടെ 2 കാലിലും കെട്ടി. 2 കുതിരയും 2 വശത്തേക്കും ആട്ടിപ്പായിച്ചു. അവൾ 2ആയി മാറി കബന്ധമായി ആ കിണറ്റിൽ അവളുടെ ശരീരമിട്ടു. വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. അവൾക്ക് പുതിയൊരു പേര് കൊടുത്തു, സെന്റ് ഫോർട്ടിനി എന്ന പേര്. മാർച്ച് മാസം 20-ാം തീയതി ആ സ്ത്രീയുടെ ഓർമ്മ പെരുന്നാളാണ്. നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അവളെ ഒരു മിഷണറിയാക്കി മാറ്റിയ യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കാത്തിരിപ്പിൻ്റെ ശാക്തീകരണം. ഇതാ ആ കിണറിൻ്റെ കരയിൽ ഇന്നും അവൻ കാത്തിരിക്കുന്നുണ്ട്. കാണാൻ ഒരു കണ്ണും കേൾക്കാൻ ഒരു കാതും ഉൾക്കൊള്ളാൻ ഒരു മനസ്സുമുണ്ടെങ്കിൽ ആരിലും മാറ്റങ്ങൾ ഉണ്ടാകും. സഭയുടെ